Dear students, very good morning all. Today we are going to discuss second part of bailment and pledge. First topic, rights of bailor. Number 1, right to terminate the bailment. If the bailee fails to follow the conditions of bailment, the bailor may terminate the bailment. Bailment process end ചെയ്യിക്കാൻ bailorക്ക് റൈറ്റ് ഉണ്ട്. If the bailee fails to follow the conditions of bailment. ഇപ്പോൾ bailmentൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് ബെയിലി ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ bailorക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ക്യാൻസൽ ചെയ്യാം അഥവാ ടെർമിനേറ്റ് ചെയ്യാം. Second one, right to claim damages in case of negligence. If the bailee has not taken responsible care or special care, the bailor has a right to claim damages for the loss, destruction or deterioration of the goods bailed. നമ്മൾ ബെയിൽമെൻറ്റിന് വേണ്ടി കൊടുത്തിട്ടുള്ള പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഇവൻറ്റ് കെയർ ചെയ്യാതെ, അതായത് ബെയിലിൻ്റെ നെഗ്ലിജൻസ് കാരണം എന്തെങ്കിലും തരത്തിലുള്ള ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ലോസിൻ്റെ ക്ലെയിം അറ്റൻഡ് ചെയ്യാൻ ബെയിലർക്ക് റൈറ്റ് ഉണ്ടായിരിക്കും. റൈറ്റ് ടു ഡിമാൻഡ് a return of goods. The bailor has a right to demand return of goods after the accomplishment of the purpose or after the expiry of period of bailment. നമുക്കറിയാം ബെയിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സ്പെസിഫിക് പീരിയഡിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് പർപ്പസ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഒന്നുകിൽ ഡേറ്റ് എക്സ്പയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പർപ്പസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗുഡ്സ് റിട്ടേൺ അടിക്കാനുള്ള അധികാരം ആർക്കുണ്ടായിരിക്കും? ബെയിലർക്കുണ്ടായിരിക്കും. Right to file a suit against a wrongdoer. A wrongdoer is a third person who does some wrongful act and deprives the bailee from the use of goods bailed or does injury to the goods bailed. The bailor has a right to file a suit against that third person and claim compensation from him. അപ്പോൾ ബെയിലി അല്ലാതെ തേർഡ് പേഴ്സണും ഏതെങ്കിലും തരത്തിലുള്ള റോങ് ആക്ടിവിറ്റീസ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കെതിരെയും ആക്ഷൻ എടുക്കാനും അല്ലെങ്കിൽ കോർട്ടിൽ കേസ് ഫയൽ ചെയ്യാനും ആർക്ക് റൈറ്റ് ഉണ്ടായിരിക്കും? ബെയിലർക്ക് റൈറ്റ് ഉണ്ടാവും. Then right to file a suit for the enforcement of duties imposed upon a bailee. If the bailee neglects his duties, the bailor has a right to enforce these duties by filing a suit against the bailee. അപ്പോൾ ബെയിലിക്ക് കൊടുത്തിട്ടുള്ള ഡ്യൂട്ടീസ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെതിരെ കോർട്ടിൽ ആക്ഷൻ എടുക്കാൻ വേണ്ടി കേസ് ഫയൽ ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? ബെയിലർക്കുണ്ട്. റൈറ്റ് ടു ക്ലെയിം എൻ ഇൻക്രീസ് ഇൻ വാല്യൂ ഓർ പ്രോഫിറ്റ്സ്. ഇൻ ദ ആബ്സെൻസ് ഓഫ് കോൺട്രാക്ട് ടു ദ കോൺട്രറി, ദ ബെയിലർ ഹാസ് എ റൈറ്റ് ടു ഡിമാൻഡ് എനി ഇൻക്രീസ് ഓർ പ്രോഫിറ്റ് വിച്ച് മേ ഹാവ് അക്രൂഡ് ഫ്രം ദ ഗുഡ്സ് ബെയിൽഡ്. ഇപ്പോൾ പറഞ്ഞു കാറ്റൽ ഫീൽഡിൻ്റെ കേസൊക്കെയാണ് ഇതിലിവിടെ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുക. കാറ്റൽ ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയമാണ് കൊടുത്തതെങ്കിൽ ഇതിന് ഡെലിവറി കഴിഞ്ഞാൽ അതിൻ്റെ കാഫിനെയും കൂടി എന്ത് ചെയ്യേണ്ടി വരും? ബെയിലർക്ക് തിരിച്ച് കൊടുക്കേണ്ടി വരും. ദാറ്റ് മീൻസ് എനി ഇൻക്രീസ് ഓർ എനി പ്രോഫിറ്റ്. നെക്സ്റ്റ് പാർട്ട്, റൈറ്റ്സ് ഓഫ് ബെയിലി. ഇപ്പോൾ ബെയിലർക്ക് ഒരുപാട് റൈറ്റ് ഉണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുപോലെ തന്നെ ബെയിലിക്കും എന്തുണ്ടായിരിക്കും? റൈറ്റ് ഉണ്ട്. നമ്പർ 1, റൈറ്റ് ടു എൻഫോഴ്സ് ബെയിലർ ഡ്യൂട്ടീസ്. ദ ബെയിലി ക്യാൻ ബൈ എ സ്യൂട്ട് എൻഫോഴ്സ് ദ ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ ടുവേർഡ്സ് ഹിം. അപ്പോൾ ബെയിലർക്കെതിരെ കേസ് ഫയൽ ചെയ്യാനുള്ള അധികാരം ബെയിലിക്കുണ്ട്. ദെൻ റൈറ്റ് ടു ക്ലെയിം കോമ്പൻസേഷൻ ഇൻ കേസ് ഓഫ് ഫോൾട്ടി ഗുഡ്സ്. ബെയിലി ക്യാൻ സ്യൂ ദ ബെയിലർ ഫോർ ഹിസ് ഫെയിലിയർ ടു ഡിസ്ക്ലോസ് fault in the goods bailed which materially interfere with their use or expose the bailee to extraordinary risk. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ക്ലെയിം അറ്റൈൻ ചെയ്യാനുണ്ടെങ്കിൽ അത് ബെയിലിക്ക് ബെയിലറിൽ നിന്നും ആക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് റോങ് ആയിട്ടുള്ള ഗുഡ്സ് കൊടുക്കുക, അല്ലെങ്കിൽ റോങ് ഇൻഫോർമേഷൻസ്, നോയിങ് ഇൻഫോർമേഷൻ ഉണ്ടെങ്കിൽ അത് പറയാണ്ട് കണ്ടിട്ട് ബെയിൽമെൻറ്റിന് കൊടുക്കുക. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ലോസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് ക്ലെയിം അറ്റൈൻ ചെയ്യാനുള്ള അധികാരം ബെയിലിക്കുണ്ടായിരിക്കും. റൈറ്റ് ടു ക്ലെയിം റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് എക്സ്പെൻസസ്. ദ ബെയിലി ക്യാൻ ക്ലെയിം റീഇംബേഴ്സ്മെൻറ്റ് ഓഫ് എക്സ്പെൻസസ് incurred by him in case of a gratuitous bailment and of extraordinary expenses in case of non-gratuitous bailment. നമ്മൾ കണ്ടതാണ് എന്താണ് ഗ്രാറ്റുവിറ്റിയസ് ബെയിൽമെൻറ്റ് എന്താണെന്ന്, അതുപോലെ നോൺ ഗ്രാറ്റുവിറ്റിയസ് ബെയിൽമെൻറ്റ് എന്താണെന്ന്.
ഇപ്പോൾ നോൺ ഗ്രാറ്റുവിറ്റീസ് പെയ്മെൻറ്റിൽ എന്തുണ്ടായിരിക്കും? റിവാർഡ് ഉണ്ടായിരിക്കും. ഗ്രാറ്റുവിറ്റീസ് പെയ്മെൻറ്റിൽ നിന്നുണ്ടാവില്ല റിവാർഡ് അല്ലെങ്കിൽ ചാർജസ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഓക്കെ. Then right to return the goods to anyone of the joint bailor. If several joint owners of goods bail them, the bailee may deliver them back to or according to the direction of one joint owner without the consent of all in the absence of any agreement to the contrary. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ജോയിൻ്റ് ആയിക്കൊണ്ടുള്ള ഓണർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബെയിലർക്ക് ഗുഡ്സ് റിട്ടേൺ ചെയ്താൽ മതി. അത് കോൺട്രാക്റ്റിൽ എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ബെയിലിക്ക് ചെയ്യാവുന്നതാണ്. ദ റൈറ്റ് ടു റിക്കവർ അഗ്രീഡ് ചാർജസ്. There is no such agreement of charges, the bailee has a right to ask the bailor for the payment of necessary expenses incurred by him for the purpose of bailment. നമ്മൾ പറഞ്ഞു, ഒരു സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും മെറ്റീരിയൽ കൊടുത്തുകൊണ്ട് ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുമ്പോൾ അതിൻ്റെ പ്രോസസ്സ് അല്ലെങ്കിൽ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലായി മാത്രമേ പറയാൻ പറ്റുള്ളൂ എത്ര രൂപ അതിന് എക്സ്പെൻസ് ഉണ്ടായി എന്നുള്ളത്. ഓക്കെ. അപ്പോൾ കോൺട്രാക്റ്റിൽ അഗ്രിമെൻറ്റിൽ അല്ലെങ്കിൽ കോൺട്രാക്റ്റിനകത്ത് എക്സ്പെൻസ് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിലും ദെൻ ഫുൾ എമൗണ്ടും അത് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് ബെയിലിക്ക് ഉണ്ടായിരിക്കും. ദെൻ റൈറ്റ് ടു റിക്കവർ ലോസ് ഇൻ കേസ് ഓഫ് ബെയിലേഴ്സ് ഡിഫക്റ്റീവ് ടൈറ്റിൽ. റൈറ്റ് ടു റിക്കവർ ലോസ് ഇൻ കേസ് ഓഫ് ബെയിലേഴ്സ് ഡിഫക്റ്റീവ് ടൈറ്റിൽ. ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ കട്ടെടുത്ത് കൊണ്ടുപോകുന്ന ഒരു സാധനം അയാൾ ഏതെങ്കിലും തരത്തിലുള്ള ബെയിൽമെൻറ്റ് പ്രോസസ്സിന് വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാളുടെ ടൈറ്റിൽ ഡിഫക്റ്റീവ് ആണെങ്കിൽ പോലും ആ ലോസ് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ലാബിലിറ്റി ബെയിലർക്കുണ്ട്. അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള റൈറ്റ് ബെയിലിക്കുമുണ്ട്. റൈറ്റ് ഓഫ് ആക്ഷൻ അഗെയിൻസ്റ്റ് തേർഡ് പാർട്ടീസ്. ഇഫ് എ തേർഡ് പേഴ്സൺ wrongfully deprives bailee of the use of possession of the goods bailed, he has a right of action against such third parties in the same manner as the true owner has against the third person. അപ്പോൾ തേർഡ് പാർട്ടിക്ക് എതിരെയും ബെയിലിക്ക് ആക്ഷൻ എടുക്കാം. എങ്ങനെയാണോ ബെയിലർക്ക് ആക്ഷൻ എടുക്കുന്നത് അതുപോലെ തന്നെ തേർഡ് പാർട്ടിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടും ബെയിലിക്ക് ആക്ഷൻ എടുക്കാവുന്നതാണ്. Then right to interplead. Where a person other than the bailor claims the goods bailed, bailee may apply to the court to stop delivery of the goods to the bailor and to decide the title to the goods. Okay. The ninth one, right to lien. The bailee has a right to claim his lawful charges, and if they are not paid, the bailee is given to the right to return the goods until the charges due in respect of those goods are paid. This right is known as Bailey's right of lien. അതായത് ചാർജസ് ഇപ്പോൾ ബെയിൽമെൻറ്റിൻ്റെ സർവീസ് ചാർജ് അടക്കാൻ ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു ഗുഡ്സ് പൊസഷൻ ചെയ്യാനുള്ള റൈറ്റ് ബെയിലിക്ക് ഉണ്ടായിരിക്കും. അതിനാണ് ഇവിടെ റൈറ്റ് ഓഫ് ലീൻ എന്ന് പറയാം. നെക്സ്റ്റ് പാർട്ട്, ബെയിലീസ് ലീൻ. Lien means right of a person who has possession of the goods belonging to another person to retain such possession of the goods until some debts due to him or claim is satisfied. The right is sometimes called possessory lien. പറഞ്ഞു കഴിഞ്ഞു. അതായത് നമ്മൾ ബെയിൽമെൻറ്റിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു തിങ്സ് അതിൻ്റെ സർവീസ് ചാർജ് അടക്കാൻ ഫെയിലിയർ ആയാൽ ഒന്നുകിൽ ആ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അതിന് ഈക്വൽ ആവുന്ന മറ്റൊരു പ്രോഡക്റ്റ് സെക്യൂരിറ്റി ആയിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു കോമ്പൻസേഷൻ എന്ന രീതിയിൽ ബെയിലിക്ക് പൊസഷൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ പൊസഷൻ ചെയ്യുന്നതിനെ ആണ് ബെയിലീസ് ലീൻ എന്ന് പറയും. എ ലീൻ മേ ബി ഐദർ എ പെർട്ടിക്കുലർ ലീൻ ഓർ എ ജനറൽ ലീൻ. ഇത് രണ്ട് തരത്തിലാണ് ലീൻ ഉണ്ടാവുക, പെർട്ടിക്കുലർ ഓർ സ്പെഷ്യൽ ലീൻ, then another one general lien. A particular lien is a right to retain only those goods in respect of which some charges are due. ഇപ്പോൾ പെർട്ടിക്കുലർ അല്ലെങ്കിൽ സ്പെഷ്യൽ ലീൻ എന്ന് പറയുന്നത് ഏത് പ്രോഡക്റ്റിൻ്റെ സർവീസ് ചാർജ് ആണോ അടക്കാൻ ഫെയിലിയർ ആയത് ആ ഒരു പ്രോഡക്റ്റ് മാത്രം പൊസഷൻ ചെയ്യാനുള്ള റൈറ്റ് ബെയിലിക്കുണ്ട്. അതിനെയാണ് പെർട്ടിക്കുലർ ഓർ സ്പെഷ്യൽ ലീൻ എന്ന് പറയും. ദിസ് റൈറ്റ് ഈസ് അവൈലബിൾ ഓൺലി ഇഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ ഫുൾഫിൽഡ്. The bailee must have exercised the labor or skill in respect of goods bailed. The bailee must have rendered the service in accordance with purpose of the bailment. The bailee must be in possession of the goods. There must not exist any contract for the payment of price in future. The bailee cannot exercise right of lien if he has agreed to perform the services on credit.
Last one, the bailee can exercise the right of particular lien only if there is no agreement to the contrary. The second part is general lien. A general lien is a right to retain all the goods as a security for the general balance of account until the full satisfaction of the claims due, whether in respect of those goods or other goods. The right of general lien is a privilege and is given only to certain kind of bailies, namely bankers, factors, wharfingers, attorneys of high court, and the policy brokers, etc. ഓക്കെ, അപ്പോൾ ജനറൽ ലീൻ എന്ന് പറഞ്ഞാൽ ഏത് ഇവൻറ്റിൻ്റെ സർവീസ് ചാർജാണ് അടക്കാനുള്ളത് എന്ന് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു ഇവൻറ്റ് സെക്യൂരിറ്റി ആയിട്ട് റീറ്റെയിൻ ചെയ്യാൻ ബെയിലിക്ക് റൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് ജനറൽ ലീൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാർട്ട്, ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്. നഷ്ടപ്പെട്ടിട്ടുള്ള ഇവൻറ്റ് കണ്ടു കിട്ടിക്കഴിഞ്ഞാലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. സെക്ഷൻ 71 ഓഫ് ദി ആക്ട് ക്ലിയർലി ലേസ് ഡൗൺ ദാറ്റ് എ പേഴ്സൺ ഹു ഫൈൻഡ് ഗുഡ്സ് ബിലോങ്ങിങ് ടു അനദർ ആൻഡ് ടേക്സ് ദം ഇൻ ടു ഹിസ് കസ്റ്റഡി ഈസ് കോൾഡ് എ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്. അപ്പോൾ നമ്മൾ വഴിയിൽ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു സെക്കൻഡ് പേഴ്സണിൻ്റെ അല്ലെങ്കിൽ ഒരു നമ്മുടെ റിലേറ്റീവോ അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ഒരാളിൻ്റെ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നു. അത് നമ്മൾ നമ്മുടെ കസ്റ്റഡിയിൽ സൂക്ഷിച്ച് വെക്കുന്നതിനെയാണ് ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് എന്ന് പറയും. ജനറലി ദർ ഈസ് നോ ഒബ്ലിഗേഷൻ ഓൺ ദ പാർട്ട് ഓഫ് ദ പേഴ്സൺ ഹു ഫൈൻഡ് ഗുഡ്സ്. സാധാരണഗതിയിൽ അങ്ങനെ ഒരു റൂളൊന്നുമില്ല അതിൻ്റെ ട്രൂ ഓണറെ കണ്ടുപിടിക്കണം, അത് തിരിച്ചു കൊടുക്കണം എന്നുള്ളത്. ബട്ട് ഇഫ് ഹി പിക്സ് ദം അപ്പ് ഓർ ടു ടേക്ക് ചാർജസ് ഓഫ് ഗുഡ്സ് ഹി ബിക്കംസ് ദ ബെയിലി ഓഫ് ദോസ് ഗുഡ്സ്. അപ്പോൾ നമ്മൾ ആ ഗുഡ്സ് തിരിച്ചു കൊടുക്കുന്നത് വരെ നമ്മൾ ബെയിലി ആയിട്ടാണ് അവിടെ ആക്ട് ചെയ്തു പോകുന്നത്. ദ റൈറ്റ്സ് ഓഫ് ദ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്. Right of lien. The finder of goods has a right to retain the goods found until he receives the compensation for trouble and expenses voluntarily incurred by him. അപ്പോൾ ആ ഗുഡ്സ് നമ്മൾ തിരഞ്ഞു കണ്ടുപിടിച്ചു അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി കിട്ടിയതാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യാറ്, ഞാൻ ഒരുപാട് എക്സ്പെൻസ് മീറ്റ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ഒരുപാട് ചിലവ് ഉണ്ടായതിന് ശേഷമാണ് എനിക്കിത് ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്, ഒരുപാട് റിസ്ക് ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കോമ്പൻസേഷൻ എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. അപ്പോൾ അത് കളക്ട് ചെയ്യാനുള്ള റൈറ്റ് സാധാരണഗതിയിലുണ്ട്. ദെൻ റൈറ്റ് ടു സ്യൂ ഫോർ റിവാർഡ്. ഇഫ് ദ ഓണർ ഓഫ് ദ ഗുഡ്സ് ലോസ്റ്റ് ഹാസ് ഓഫേർഡ് എ സ്പെസിഫിക് റിവാർഡ് ഫോർ ദ റിട്ടേൺ ഓഫ് ഗുഡ്സ് ലോസ്റ്റ്, ദ ഫൈൻഡർ മേ സ്യൂ ഫോർ സച്ച് റിവാർഡ് ആൻഡ് മേ റിറ്റെയിൻ ദ ഗുഡ്സ് അൺലെസ് ഹി റിസീവ്സ് ഇറ്റ്. അപ്പോൾ പ്രോഡക്റ്റ് നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകൾ ആ പ്രോഡക്റ്റ് നഷ്ടപ്പെട്ടു എന്നും ഫൈൻഡ് ചെയ്യുന്ന ആളുകൾക്ക് നിശ്ചിത എമൗണ്ട് റിവാർഡ് കൊടുക്കാമെന്ന് അങ്ങനെ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പ്രോഡക്റ്റ് തിരിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ബെയിലിക്ക് അതിൻ്റെ റിവാർഡ് കിട്ടിയിരിക്കണം. അപ്പോൾ റിവാർഡ് കിട്ടിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പ്രോഫിറ്റ് അല്ലെങ്കിൽ ആ ഒരു ബെനിഫിറ്റ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾക്കെതിരെ കേസ് ഫയൽ ചെയ്യാവുന്നതാണ്. റൈറ്റ് ടു സെൽ. എ ഫൈൻഡർ ഓഫ് ഗുഡ്സ് ഹാസ് എ റൈറ്റ് ടു സെൽ ദ ഗുഡ്സ് ഫൗണ്ട് അണ്ടർ ദ ഫോളോയിങ് സർക്കംസ്റ്റാൻസസ്. ഈ പ്രോഡക്റ്റ് നമുക്ക് വിൽക്കാം. അപ്പോൾ വിൽക്കുന്നതിനുള്ള ചില കണ്ടീഷൻസ്. നമ്പർ 1, ഇഫ് ദ ഓണർ കനോട്ട് വിത്ത് എ റീസണബിൾ ഡെലിജൻസ് ബി ഫൗണ്ട്. നമുക്ക് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഓണറെ കണ്ടെത്താൻ പറ്റാത്തൊരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. ഓണർ റെഫ്യൂസസ് ടു പേ ദ ലോഫുൾ ചാർജ് ഓഫ് ദ ഫൈൻഡർ. അപ്പോൾ നമ്മളത് ഫൈൻഡ് ചെയ്തതിനുള്ള ചാർജ് അടയ്ക്കാൻ ബെയിലർ ഫെയിലിയർ ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ അയാൾ അടിക്കാൻ മടിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ സാധനം നമുക്ക് വിൽക്കാവുന്നതാണ്. ഇഫ് ദ ഗുഡ്സ് ആർ എ പെരിഷബിൾ നേച്ചർ, പെട്ടെന്ന് ചീത്തയായി പോകുന്ന ഇവൻ്റാണ് നമുക്ക് ഫൈൻഡ് ചെയ്തതെങ്കിൽ ട്രൂ ഓണറെ കണ്ടുപിടിക്കുന്നതിനേക്കാൾ ബെറ്റർ അത് സെയിൽ ചെയ്യാവുന്നതാണ്. ഇഫ് ദ ലോഫുൾ ചാർജസ് ഓഫ് ദ ഫൈൻഡർ ഇൻ റെസ്പെക്ട് ഓഫ് ദ ഗുഡ്സ് ഫൗണ്ട് എക്സീഡ്സ് 2/3 ഓഫ് ദ ടോട്ടൽ വാല്യൂ ഓഫ് ഗുഡ്സ്. അപ്പോൾ ആ ഒരു ഗുഡ്സിൻ്റെ 2 ഇരട്ടി വാല്യൂ അല്ലെങ്കിൽ അതിന് 2/3 എക്സ്പെൻസ് മീറ്റ് ചെയ്തിട്ടാണ് അതിനെ നമ്മൾ ഫൈൻഡ് ചെയ്തതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് വിറ്റിട്ട് ക്യാഷ് എടുക്കാവുന്നതാണ്. ഓക്കെ, ദ നെക്സ്റ്റ് പാർട്ട്, ഡ്യൂട്ടീസ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെ റൈറ്റ് ഉണ്ടായിരുന്നാലും അദ്ദേഹത്തിന് ഒരുപാട് എന്തുണ്ട്, ഡ്യൂട്ടീസ് അല്ലെങ്കിൽ ലയബിലിറ്റീസ് ഉണ്ട്. ദ ഫൈൻഡർ ഓഫ് ഗുഡ്സ് മസ്റ്റ് ടേക്ക് റെസ്പോൺസിബിൾ കെയർ ഓഫ് ദ ഗുഡ്സ് ഫൗണ്ട്. നമ്മൾ അങ്ങനെ ഒരു പ്രോഡക്റ്റ്, നമ്മളുടേതല്ലാത്ത ഒരു പ്രോഡക്റ്റ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് സ്പെഷ്യൽ കെയർ കൊടുത്തുകൊണ്ട് നമ്മൾ എടുത്തു വെക്കണം. The finder of goods must retain the goods to the real owner who has paid the expenses incurred by the finder. അപ്പോൾ ഫൈൻഡർക്ക് അതിനുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിനുള്ള ഫണ്ട് കിട്ടിക്കഴിയുമ്പോൾ
ആ ഗുഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിട്ടേൺ ചെയ്യാം. ദ ഫൈൻഡർ ഓഫ് ഗുഡ്സ് മസ്റ്റ് നോട്ട് യൂസ് ദ ഗുഡ്സ് ഫോർ ഹിസ് ഓൺ പർപ്പസ്. അപ്പോൾ ബെയിലിൻ്റെ കേസ് പറയുമ്പോൾ തന്നെയാണ്, യാതൊരു കാരണവശാലും ഗുഡ്സ് അയാളുടെ പേഴ്സണൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ പാടില്ല. ദ ഫൈൻഡർ ഓഫ് ഗുഡ്സ് മസ്റ്റ് നോട്ട് മിക്സ് അപ്പ് ദ ഗുഡ്സ് വിത്ത് ഹിസ് ഓൺ ഗുഡ്സ്. അയാളുടെ പ്രോഡക്റ്റുമായിട്ട് ഷഫിൾ ചെയ്യരുത്, അല്ലെങ്കിൽ മിക്സ് ചെയ്യാൻ പാടില്ല. ദ ഫൈൻഡർ ഓഫ് ഗുഡ്സ് മസ്റ്റ് ആൾസോ റിട്ടേൺ ദ ഇൻക്രീസ് ഇൻ ദ ഗുഡ്സ്. ഫൈൻഡർ ഓഫ് ഗുഡ്സ് മസ്റ്റ് ആൾസോ റിട്ടേൺ ഇൻക്രീസ് ഇൻ ദ ഗുഡ്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഏതെങ്കിലും തരത്തിലുള്ള പ്രോഫിറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻക്രിമെൻറ്റ് ഓർ ഇൻക്രീസ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അതും കൂടി റിട്ടേൺ ചെയ്യണം. ദ ഫൈൻഡർ ഓഫ് ഗുഡ്സ് മസ്റ്റ് മേക്ക് എഫേർട്ട് ടു ഫൈൻഡ് ദ ട്രൂ ഓണർ. സാധാരണഗതിയിൽ അതാണ് ചെയ്യേണ്ടത്. അതിൻ്റെ ട്രൂ ഓണർ, എന്തെങ്കിലും പ്രൂഫ് നമുക്ക് എവിഡൻസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രൂ ഓണറെ കണ്ടുപിടിക്കുക, അത് തിരിച്ചു കൊടുക്കുക. ദ ലാസ്റ്റ് പാർട്ട്, ടെർമിനേഷൻ ഓഫ് ബെയിൽമെൻറ്റ്. ഇപ്പോൾ ബെയിൽമെൻറ്റ് എങ്ങനെയാണ് ടെർമിനേറ്റ് ചെയ്തു പോകുക എന്നുള്ളത് ചെക്ക് ചെയ്യാം. Every contract of bailment comes to an end under the following circumstances. Number 1, on the achievement of the object. Where the bailment is for a specific purpose, it terminates as soon as the purpose is achieved. അപ്പോൾ ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കണ്ടക്ട് ചെയ്ത് പോകുന്നത് തന്നെ. അപ്പോൾ ആ പർപ്പസ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും എന്ത് ചെയ്യുന്നു, ആ ഒരു ബെയിൽമെൻറ്റ് പ്രോസസ്സ് എൻഡ് ആവും. ഓൺ ദ എക്സ്പയറി ഓഫ് ദ പീരിയഡ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പീരിയഡിലേക്കാണ് നമ്മളത് കൊടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു ഇവൻറ്റ് ട്രാൻസാക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ആ പെർട്ടിക്കുലർ പീരിയഡ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും, എൻഡ് ആയിരിക്കും. വേർ ദ ബെയിൽമെൻറ്റ്, ഇഫ് ദ കോൺട്രാക്ട് ഓഫ് ബെയിൽമെൻറ്റ് ഈസ് ഓൺലി ഫോർ എ പെർട്ടിക്കുലർ പീരിയഡ്, ഇറ്റ് ഈസ് ടെർമിനേറ്റഡ് ഓൺ ദ എക്സ്പയറി ഓഫ് ദാറ്റ് പീരിയഡ്. Inconsistent use of goods. Where a bailee does something which is inconsistent with the terms of the contract, the bailment is terminated. Fourth one, destruction of the subject matter of bailment. ഇപ്പോൾ ബെയിൽമെൻറ്റിലെ സബ്ജക്റ്റ് മാറ്റർ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ, നശിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ടെർമിനേറ്റ് ആവും. എ ബെയിൽമെൻറ്റ് ഈസ് ടെർമിനേറ്റഡ് ഇഫ് ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ദ ബെയിൽമെൻറ്റ് is destroyed or becomes incapable of being used for bailment because of some charges in the nature of goods. Fifth one, gratuitous bailment. Where the bailment is gratuitous, the bailor may terminate the bailment even before specified time or before purpose is fulfilled. നമ്മൾ എക്സാമ്പിൾ ഗ്രാറ്റുവിറ്റസ് ബെയിൽമെൻറ്റിന് പറഞ്ഞിട്ടുള്ളത്, നമ്മളുടെ ലോഡ്സുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ ഫോണോ അങ്ങനെ എന്തെങ്കിലും മെറ്റീരിയൽസ് ഒരു ദിവസത്തേക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു. പിറ്റേ ദിവസം അത് റിട്ടേൺ ചെയ്യും. എവിടെ നിന്നില്ല, റിവാർഡോ ചാർജസോ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ ആ ഒരു പേർപ്പസ് അല്ലെങ്കിൽ ആ ഒരു ഡ്യൂട്ടീസ് കഴിഞ്ഞാൽ ആ ഒരു ബെയിൽമെൻറ്റ് എൻഡ് ആവും. ഡെത്ത് ഓഫ് ദ ബെയിലർ ഓർ ബെയിലി. ഒന്നെങ്കിൽ ബെയിലറോ അല്ലെങ്കിൽ ബെയിലിയോ ഡെത്തായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ബെയിൽമെൻറ്റിൻ്റെ കോൺട്രാക്ട് എൻഡ് ആവും. എ ഗ്രാറ്റുവിറ്റസ് ബെയിൽമെൻറ്റ് ഈസ് ടെർമിനേറ്റഡ് ബൈ ഡെത്ത് ഓഫ് ഐദർ ദ ബെയിലർ ഓർ ബെയിൽ.